പ്രശാന്ത് സാർ നമസ്കാരം. വളരെ നിർണായകമായ ഒരു തീരുമാനം കേന്ദ്ര മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്ത. അതായത് വഖഫുമായി ബന്ധപ്പെട്ട് വഖഫ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു. അത് ഈ വരുന്ന മാർച്ച് മാസത്തിൽ തന്നെ പാസ്സാക്കുമെന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുനമ്പവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ധാരാളമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. മുനമ്പത്ത് പ്രശ്നമുണ്ട്, ഈ പറയുന്ന കണ്ണൂര് ശ്രീകണ്ഠേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഒരുപാട്, അതായത് അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും കർണാടകയിലും കേരളത്തിലും അടക്കം ഒരുപാട് സ്ഥലത്ത് ഈ വഖഫ് വിഷയം വല്ലാതെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, അതായത് കേരളത്തിൽ ഈ പറയുന്ന വഖഫിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട മുനമ്പത്തെ ആളുകളോടൊപ്പമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവരാണ് ഈ വഖഫ് ബില്ലിനെ ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുള്ളത് എന്നുകൂടെ നാം ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതാണ്. അപ്പോൾ BJP ഒരു വാക്ക് പറഞ്ഞു, അത് പാലിക്കുന്നു എന്ന് തന്നെ വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും അടുത്ത പാർലമെന്റ് സമ്മേളനം ഏതാണ്ട് മാർച്ച് 10-നും ഏപ്രിൽ 4-നും ഇടയ്ക്ക് കൂടുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ബില്ല് പാസ്സാക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം ഫെബ്രുവരി 13-നായിരുന്നല്ലോ ഇത് പാർലമെന്റിൽ വെച്ചത്. അപ്പൊ 19-ാം തീയതി തന്നെ അതിനകത്ത് കേന്ദ്രമന്ത്രിസഭ തീരുമാനം കൊടുത്തു എന്നാണ് നമ്മളൊക്കെ ഇപ്പൊ അറിയാൻ സാധിക്കുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ്. ഈ പാർത്ഥൻ പറഞ്ഞതുപോലെ ഒരു അധിനിവേശത്തിന് സാധ്യത ഇട്ട് കൊടുത്ത ഒരു ബില്ല്, ആരും അറിയാതിരുന്ന ഒരു ബില്ല്, ആരും അറിയാതെ ഇരുന്ന ഒരു കാര്യം ആദ്യം ഈ പറഞ്ഞതുപോലെ ആ അധിനിവേശം ആർക്കും അർഹതയില്ലാതെ കിടക്കുന്ന തരിശു സ്ഥലങ്ങളിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അത് അമ്പലങ്ങളിലും പള്ളിയിലേക്കും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പ്രോപ്പർട്ടികളിലേക്ക് അതിന്റെ അധികാരം ഉപയോഗിച്ച് കടന്നു കയറാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനകത്ത് ഒരു ബില്ല് ഇങ്ങനെ ഉണ്ടെന്നും അല്ലെങ്കിൽ വഖഫ് ബിൽ ഇത്ര അപകടകാരിയാണെന്നും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇപ്പം പാർത്ഥൻ പറഞ്ഞതുപോലെ ഈ മുനമ്പം വിഷയമില്ലാതെങ്കിൽ നമുക്കും വഖഫ് ബിൽ അറിയത്തില്ല. പല ബോർഡുകളും പോലൊരു ബോർഡ് എന്നേ നമ്മൾ വിചാരിക്കത്തുള്ളൂ. മുനമ്പം വിഷയം വന്നപ്പോഴാണല്ലോ അതിനകത്ത് അവരുടെ സ്ഥലവും വീടും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അവർ ഇപ്പം 4-5 കൊല്ലം കൊണ്ട് നോട്ടീസിന്റെ പുറകിൽ നടക്കുകയാണ്. അപ്പൊ ട്രൈബ്യൂണലിൽ ചെന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. കാരണം അവർ കൊടുക്കുന്ന രേഖകൾക്ക് ട്രൈബ്യൂണൽ യാതൊരു വിലയും കൊടുക്കുന്നില്ല. അവരെടുക്കുന്ന ഒരു തീരുമാനം, അവരുടെ പുറകിൽ രേഖകളും വേണ്ട. ഇതാണ് ഒരു നിസ്സാരമായിട്ട് ഇതിനകത്ത് പറയുന്ന ഒരു അവസ്ഥ. അതായത് പാർത്ഥന്റെ വസ്തു ഈ പറയുന്ന പോലെ വഖഫ് ക്ലെയിം ചെയ്താൽ പാർത്ഥന് എന്ത് രേഖകൾ ഉണ്ടെങ്കിലും പാർത്ഥന്റെ അച്ഛന്റെ ആണെന്നൊക്കെ പറഞ്ഞ് പേപ്പർ കൊണ്ട് അവിടെ ചെന്നാൽ വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമേ അത് പരിഗണിക്കത്തുള്ളൂ. അവർ പരിഗണിച്ചിട്ട് ഇതിനകത്ത് ഇത് ഞങ്ങളുടെയാന്ന് പറഞ്ഞാൽ അവർക്ക് രേഖയും വേണ്ട. അതായിരുന്നു ആ നിയമത്തിന്റെ ഒരു ഏറ്റവും അവസാനം 2013-ൽ അതിന് സാധ്യമായി കൊടുത്തൊരു കാര്യം. നോക്കുന്ന പ്രോപ്പർട്ടി അവരുടെ ആവും. പിന്നെ അതിനകത്ത് ആർക്കും വഖഫ് ചെയ്യാമെന്നുള്ളൊരു ക്ലെയിം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും വഖഫ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഈ തമിഴ്നാട്ടിലുള്ള 1000 ഏക്കറും 1000 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രവും അല്ലെങ്കിൽ ഒരു ഗ്രാമവും ഒക്കെ അവരുടെ ആയിപ്പോയത്. അത് വളരെ ബുദ്ധിപൂർവ്വം ചെയ്ത. മുസ്ലിങ്ങൾക്ക് മാത്രമാണ് വഖഫ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി ഹിന്ദുക്കൾ മാത്രം താമസിക്കുന്ന 1000-കണക്കിന് വർഷം പഴക്കമുള്ള പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യാനൊക്കത്തില്ല, അല്ലെങ്കിൽ ക്ഷേത്രം ക്ലെയിം ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ആർക്കും വഖഫ് ചെയ്യാന്നുള്ള നിയമം കൊടുത്തത്. അപ്പം ഇതിനകത്തൊരു വലിയ അപകടം ഉണ്ടായിരുന്നു. കാരണം നെഹ്റുവിന്റെ കാലത്ത് ആരും ചോദിക്കാതിരുന്ന ഒരു വഖഫ് നിയമം അതിനുശേഷം നമ്മുടെ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അവര് പോലും അല്ലെങ്കിൽ അവർ പോലും ചോദിച്ചില്ല അതിനകത്ത് ഡെവലപ്മെന്റ്സ് ഉണ്ടോ. അന്ന് നരസിംഹറാവ് ഡെവലപ്മെന്റ്സ് കൊണ്ടു. 2013-ൽ മൻമോഹൻ സിംഗ് ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഏതാണ്ട് 200 സ്ഥലങ്ങളിൽ ഡൽഹിയിൽ ഉൾപ്പെടെ ഇവർക്ക് കൊടുത്തത് കൂടാതാണ് ഈ വഖഫ് ഭേദഗതി ഇങ്ങനെ ആക്കി കൊടുത്തത്. ഏത് പ്രോപ്പർട്ടിയും ക്ലെയിം ചെയ്യാം. അത് തെളിയിക്കുന്നതിന് ട്രൈബ്യൂണലിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇപ്പൊ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് വരുന്നതോടുകൂടി ഇവിടെ ചില മുസ്ലിം സംഘടനകളൊക്കെ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കാരണം മരിച്ചാലും ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല, ജയിൽ നിറയ്ക്കൽ സമരമൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. മാത്രമല്ല PFIക്കാരന്റെ പ്രകടനമൊക്കെ കണ്ടായിരുന്നല്ലോ. കോഴിക്കോടും കൊല്ലം ജില്ലയിലും ഒക്കെ വീണ്ടും മരിക്കാനും രക്തസാക്ഷിയാവാനും ഒക്കെ തയ്യാറാണെന്ന് പറഞ്ഞൊരു പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചിറക്കി പഴയ ഒരു പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു സമരാഹ്വാനം ഈ പറയുന്ന കർഷക സമരത്തിന്റെ പോലും CA സമരത്തിന്റെ കൂട്ടയൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമമുണ്ട്. അപ്പൊ അതിനകത്ത് ഉള്ളതുപോലെ ഒരു ഒളിച്ചു കടത്തൽ ഇവർക്ക് നടത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് പാർലമെന്റുകാര്യ സമിതിക്ക് വെച്ചത്. പാർലമെന്റുകാര്യ സമിതിക്ക് വെച്ചാൽ പ്രതിപക്ഷത്തിനകത്തു നിന്നൊക്കെ അതിനകത്ത് വേണ്ട പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അവർ പക്ഷേ ഇത് ഇങ്ങനെ ഗവൺമെന്റിനെതിരെ എടുക്കാൻ പറ്റുന്ന അല്ലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് അവരതിനകത്ത് ഇടപെട്ട് പോകുന്നില്ല. അതെങ്ങനെയും പോട്ടെ, നമുക്ക് ഉപ്പൊങ്കി ഒരു സമരം ചെയ്യാന്നുള്ള രീതിയാണ് അവര് അതിനകത്ത് കണ്ടത്. അപ്പൊ ഇത് ഏതായാലും പാർലമെന്റുകാര്യ സമിതി കൊണ്ടുവന്നു. അതിനകത്ത് ഭേദഗതികൾ ഒക്കെ വരുത്തി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഈ ബില്ലും നാളെ കാലത്തെ മുത്തലാഖ് പോലെയും അല്ലെങ്കിൽ ഈ CA ബില്ല് പോലെയൊക്കെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ അവർക്കൂടെ ഗുണമാവുന്ന ബില്ലാന്ന് വരും. കാരണം ഇത് മുസ്ലിം പ്രോപ്പർട്ടിക്കകത്തും വരുന്നുണ്ട്. പല നമ്മൾ അറിയാത്തതുകൊണ്ടാണ് പല മുസ്ലിങ്ങളുടെയും ഈ പറയുന്ന പരമ്പരാഗതമായിട്ട് അവർ ധരിക്കുന്ന പ്രോപ്പർട്ടികൾ ക്ലെയിം ചെയ്ത് മേടിക്കുന്നുണ്ട്. ഈ അമ്പലങ്ങളിൽ ക്ലെയിം ചെയ്യാൻ ഒക്കുന്നവർ അവരുടെ
ആണെന്നുള്ളത്. കാരണം ഇത് വെച്ചിട്ട് ഒവൈസി പോലെ ഒവൈസിയുടെ കയ്യിലാണ്ട് 2000-3000 ഏക്കർ ഈ പറയുന്ന വക്കഫ് പ്രോപ്പർട്ടി തന്നെ ഇരിപ്പുണ്ട്. അതിനകത്തുനിന്ന് കോടിക്കണക്കിന് രൂപ അയാൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അയാളെ വക്കഫിനെതിരെ ഈ പറയുന്നത്. അപ്പം ഈ പുതിയ നിയമം അനുസരിച്ച് അതിനകത്ത് ഇനി ആരുടെയും പ്രോപ്പർട്ടി ഈ പറയുന്നത് പോലെ ക്ലെയിം ചെയ്യാനൊക്കത്തില്ല. ക്ലെയിം ചെയ്താൽ തന്നെ അതിന് വ്യക്തമായ രേഖകൾ ഉണ്ടാവും. രണ്ടാമത് മുസ്ലിം അല്ലാത്തവന് ഇനിയും വക്കഫ് ചെയ്യാനൊക്കത്തില്ല. അതെന്തിനാണ് അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നേരത്തെ ഈ അമ്പലവും മറ്റു കാര്യങ്ങളും ഒക്കെ ക്ലെയിം ചെയ്ത പോലെ ഇനി അങ്ങനെ മുസ്ലിം അല്ലാത്തവർ ക്ലെയിം ചെയ്യാം. അതായത് മുസ്ലിങ്ങൾക്ക് വക്കഫ് ചെയ്യാം. കാരണം ഇതിനകത്ത് ഒരപകടവും ഇല്ല. അപകടവും ഇല്ലെന്ന് പറഞ്ഞാൽ ഈ പാർത്തൻ മുസ്ലിമാണോ ഞാൻ മുസ്ലിമാണോ അതിനകത്ത് വക്കഫ് ചെയ്യുന്നതിനകത്ത് വക്കഫ് ചെയ്യണ്ടെന്ന് അതിനകത്ത് കമ്മിറ്റിക്കകത്തിരിക്കുന്നവർ പറയും. കമ്മിറ്റിക്കകത്തിരിക്കുന്ന ഹിന്ദുക്കൾ പറയുമോ നിങ്ങളുടെ പ്രോപ്പർട്ടി വക്കഫ് ചെയ്യണ്ട? അല്ലെങ്കിൽ കമ്മിറ്റിക്കകത്തിരിക്കുന്ന മറ്റു ജാതിക്കാർ പറയും. ഇവർ പറയുന്നത് മറ്റു ജാതിക്കാരെ എന്തിനു കിട്ടും? മറ്റു ജാതിക്കാരെ കയറ്റുന്നത് ഇതിനാണ്. ഒരു പ്രോപ്പർട്ടി നാളെ കാലത്ത് വീണ്ടും ക്ലെയിം ചെയ്ത് കൊണ്ടുവന്നാൽ ആ പ്രോപ്പർട്ടി ഏത് സ്വഭാവത്തിലുള്ളതാണ് ആരുടേതാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഇന്ത്യ മഹാരാജ്യത്ത് ക്ലെയിം ചെയ്യുന്നത് മുസ്ലിം ആയതുകൊണ്ട് ബാക്കിയുള്ള മതസ്ഥർക്ക് കൂടെ ബോധ്യപ്പെടണമല്ലോ, അവരുടെ അഭിപ്രായം കൂടെ അറിയണമല്ലോ. അപ്പൊ അങ്ങനെ അതാ മറ്റ് ബോർഡുകളെ അപേക്ഷിച്ച് ഈ ബോർഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പൊതുവേ ഉള്ള ഒരു പ്രോപ്പർട്ടി അവർക്ക് വേണ്ടി ക്ലെയിം ചെയ്യുകയാണ്. അപ്പം അതിനകത്ത് മാത്രമല്ല ഇതുവരെ അവരുടെ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടികൾ ഇവരുടേതാണോ എന്ന് അറിയണ്ടേ. അപ്പൊ അതിനകത്ത് ആ ട്രൈബ്യൂണൽ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും കോടതിക്ക് ഇടപെടാനും അല്ലെങ്കിൽ സിവിൽ കോടതിക്ക് ഇടപെടാനും ഒക്കെ ഉള്ള റൈറ്റ് ഉണ്ട്. അപ്പം ആ രീതിയിലൊരു ഇതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പൊ തന്നെ ഏതാണ്ട് 10 ലക്ഷം 9 ലക്ഷത്തോളം വസ്തുവകകൾ അവരുടെ കയ്യിലുണ്ട്. ഈ വസ്തുക്കൾ അവരുടെ കയ്യിലിരിക്കുന്നതിനകത്താണ്ട് അവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 200 കോടി രൂപ ഉണ്ട്, 1 ലക്ഷം കോടി രൂപയുടെ ആസ്തി ഉണ്ട്. അപ്പൊ അതെല്ലാം അവർ പറഞ്ഞിരിക്കുകയാണ് 200 കോടി രൂപ കിട്ടത്തുള്ളൂ. 200 കോടി രൂപ എന്നല്ല ഈ പറയുന്നത്. 200 കോടി രൂപ എന്ന് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇതുപോലെ ഒവൈസി പോലുള്ളവർക്ക് ബാക്കി അടിച്ചു മാറ്റാൻ. അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുന്ന പ്രോപ്പർട്ടി തന്നെ അറിയണം അത് വക്കഫ് കൈയടക്കി വെച്ചേക്കുന്ന പ്രോപ്പർട്ടി അവരുടേതാണോ. കാരണം എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു പ്രതാപ നമ്മുടെ ഈ രാജ്യത്ത്, അറിയാമല്ലോ. എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അറിയാത്തില്ലേ? നമ്മുടെ ഈ ഇവിടുന്ന് വെളിയിൽ പോയ ചൈനക്കാരനെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻകാരനെയോ പ്രോപ്പർട്ടി വിട്ടിട്ട് പോകും. ഇത് മൊത്തം ഈ വക്കഫ് ഇപ്പം അവരുടേതാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ 2016 മോദി ഇവരെക്കാളിലൊക്കെ വലിയ ബുദ്ധിമാനാണല്ലോ. 2014 ഈ എനിമി പ്രോപ്പർട്ടിക്കകത്ത് വ്യത്യാസം വരുത്തി. എനിമി പ്രോപ്പർട്ടി ആരുടെയൊക്കെയാണെന്ന് വെച്ചാൽ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം വളരെ കൃത്യമായിട്ട് ഭേദഗതി വരുത്തി വെച്ചിട്ടുണ്ട്. അതായത് ഈ വക്കഫ് ബില്ല് വേണ്ട, ഈ വക്കഫ് ബില്ല് വേണ്ട. ഈ എനിമി പ്രോപ്പർട്ടി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ എനിമി 56 പ്രോപ്പർട്ടി ഇപ്പോഴും എനിമി പ്രോപ്പർട്ടി നോട്ടീസ് കൊടുത്തിട്ടിരിക്കുകയാണ്. ആ നോട്ടീസ് അതിനകത്തുനിന്ന് ഒഴിഞ്ഞു കൊടുക്കണം. അതിനകത്ത് ലോണ് മറ്റു കാര്യങ്ങളൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം ഈ പറയുന്നത് പോലെ വക്കഫ് ബില്ല് പാസ്സായില്ലെങ്കിൽ പോലും നേരത്തെ പാസ്സാക്കി വെച്ചിരിക്കുന്ന നിയമം അനുസരിച്ച് ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല. 2016 പാസ്സാക്കി വെച്ചിരിക്കുന്ന നിയമം അനുസരിച്ച് എനിമി പ്രോപ്പർട്ടിയുടെ നിയമം വെച്ചിട്ട് വസ്തുവകകൾ തിരിച്ചു പിടിക്കാൻ തയ്യാറായാൽ ഈ 9 ലക്ഷം വരുന്ന വസ്തു പോലും തിരിച്ച് ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ഇതെല്ലാം കള്ളത്തരത്തിൽ കൂടി കയ്യിലാക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥ. ഒരധിനിവേശത്തിന് വേണ്ടി രാജ്യത്തെ തയ്യാറാക്കുന്നതിന് വേണ്ടി അല്ല, രാജ്യത്ത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലാണല്ലോ അധിനിവേശം. ഭൂമി മൊത്തവും ഒരു ചില താല്പര്യക്കാരുടെ ഭാഗമാക്കും, അല്ലെങ്കിൽ ആ ഭാഗത്ത് അവർക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് പാർപ്പിച്ചാൽ പോരെ. നമ്മളിപ്പം ഇവിടുന്ന് അനധികൃതമായിട്ട് ഇവിടുത്തെ മ്യാൻമറിൽ നിന്നുള്ള മുസ്ലിങ്ങളും അല്ലെങ്കിൽ ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ബംഗ്ലാദേശിലെ ഒളിപ്പിക്കുന്നതിന് വേണ്ടി പല പള്ളികളും ഉപയോഗിച്ചതായിട്ടും അല്ലെങ്കിൽ പള്ളികളിൽ കയറി റെയ്ഡ് നടക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇതിനകത്ത് ഇവർ പറയുക ഞങ്ങളുടെ ആൾക്കാരാണ്, ഞങ്ങളുടെ ആശ്രിതരാണ്, അവരുടെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിക്കകത്ത് ഈ പ്രോപ്പർട്ടികൾ ഇതുപോലെ അനധികൃതമായിട്ടുള്ളവരെ പാർപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു ആവശ്യത്തിന് 2047 അറിയാമല്ലോ PFAക്കാരന്റെ, അതുപോലെ ഒരു ആവശ്യം വരുമ്പോൾ ഇവരെ ഉരുത്തിരിച്ച് അല്ലെങ്കിൽ അവരെ കൊണ്ട് താമസിപ്പിക്കുന്ന പറയുന്ന പോലെ അവർ കേൾക്കുമല്ലോ. കേൾക്കുമ്പോൾ അവരെ ഉരുത്തിരിച്ച് ഒരു കലാപം ഉണ്ടാക്കാനോ ഒന്നും പ്രയാസമില്ല. അപ്പൊ വല്ലാത്തൊരു ഒരുക്കത്തിന്റെ ഭാഗം ആയിട്ടായിരുന്നു ഈ വഖഫ് നിയമവും അവർ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ അധിനിവേശവും ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരികയാണ്. ഈ മുത്തലാഖ് പോലെയും അല്ലെങ്കിൽ പൗരത്വ നിയമം പോലെയും കള്ളപ്രചരണങ്ങളൊക്കെ നാളെ കാലത്തെ മുസ്ലിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു അവസ്ഥ. അതായത് മാന്യമായിട്ട് ജീവിക്കുന്ന മുസ്ലിമിന് നാളെ കാലത്തും വഖഫ് ചെയ്യാം. വല്ലവന്റെയും പ്രോപ്പർട്ടി പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ ഈ കിടക്കുന്ന ഇന്ത്യ മഹാരാജ്യം ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് സ്വന്തമാക്കാനോ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പുതിയ നിയമം വരുന്നത്. അങ്ങനെ പറ്റുന്ന ഒരു നിയമം ആയിരുന്നു നേരത്തെ പാസ്സാക്കിയിരുന്ന് മനസ്സിലാകുമ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങൾ പോലും BJPയുടെ കൂടാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഈ ബില്ല് ഇനി ആര് സമരം ചെയ്താലും, എന്ത് പ്രക്ഷോഭം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാലും, എന്ത് കലാപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാലും, എവിടെ ജയിൽ നിറയ്ക്കുമെന്ന് പറഞ്ഞാലും PFAക്കാരന്റെ അതേ സ്വഭാവമുള്ളവരാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ചില മതസംഘടനകൾക്കാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബില്ല് പാസ്സാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് അതിന്റെ March 10 ശേഷം, അത് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഡേറ്റ് ആയിരിക്കും തീരുമാനിക്കുന്നത്. ഏതായാലും അടുത്ത April 4 മുമ്പ് ഒരു പ്രധാനപ്പെട്ട ബില്ല് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് പാസ്സാവും. ഇനിയിപ്പോ ഞാൻ ഈ പറയുന്നത് പോലെ വളരെ കൃത്യമായിട്ട് ഇപ്പൊ കേരളത്തിലെ ഈ ഒരു കാരണം കൊണ്ടാണല്ലോ ക്രിസ്ത്യാനികൾ ഇപ്പം BJPക്ക് വോട്ട് ചെയ്യാന്ന് പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ ക്രിസ്ത്യാനിക്ക് വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സാവുന്നുണ്ട്.
മുനമ്പത്തുകാർക്ക് രക്ഷയുണ്ട്. വേണമെങ്കിൽ മുനമ്പത്തുകാർക്ക് നാളെ മനസ്സമാധാനത്തെ ഈ പറയുന്ന പോലെ ഈ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യാൻ കേട്ടോ. കാരണം ഇതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര് ഉപകാരം ചെയ്താലും ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കും ആ തീരുമാനത്തോടു കൂടി അത് ചെയ്യാം. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള ബില്ലുകളൊന്നും ഒരാളുടെയും വ്യക്തിപരമായിട്ടോ അല്ല താല്പര്യത്തിനോ ഒന്നുമില്ല. ഇന്ത്യയിൽ ഉടനീളമുള്ള മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ജൈനയായാലും ബുദ്ധനായാലും ഒക്കെ അവർക്കെല്ലാം യോഗ്യമാകുന്ന എല്ലാവർക്കും മതിയായിട്ട് നീതി ലഭിക്കുന്ന രീതിയിലാണ് എല്ലാ ബില്ലുകളും പാസ്സാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് CPM പറഞ്ഞത് ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണെന്ന് പറയാനൊക്കത്തില്ല. അവരുടെ പ്രവൃത്തികൾ ഇതുവരെ പരിശോധിക്കുമ്പോൾ BJP നമ്മൾ മുമ്പേ കണ്ടതുപോലെ BJP ഫാസിസ്റ്റ് ആണെന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ അത് RSS ആ ഒരു ശൈലി ഉണ്ടെന്ന് പറയുമ്പോഴും അവർ നേതൃത്വം കൊടുക്കുന്ന ഭരണം ഫാസിസ്റ്റ് മുന്നണിയുടേതല്ല എന്ന് ഇപ്പം CPM-ന് തിരിച്ചറിവ് ഉണ്ടാവുകയും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പറയുകയും സമ്മേളനത്തിൽ ആ ഒരു ചർച്ച കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. ഏതായാലും ഒരു വലിയ ബില്ല്, രാജ്യം നോക്കിയിരിക്കുന്ന ഒരു ബില്ല്, ഇവിടുത്തെ പലർക്കും ആശ്രയമാവുന്ന ഒരു ബില്ല് പാസ്സാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആര് സമരം ചെയ്താലും ആര് കലാപം ഉണ്ടാക്കിയാലും പാസ്സാക്കും. അതിന് തീരുമാനമെടുത്തു. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ അത് പാസ്സായിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ഞാനിപ്പോൾ ആലോചിക്കുന്നത് കർണാടകയിലെ ലിംഗായത്ത് സമുദായത്തിന്റെ ഒരു മഠം ഒരു ദിവസം രാവിലെ അവർ വന്ന് നോക്കുമ്പോൾ ഇത് വഖഫിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നോട്ടീസ് കൊടുത്തു പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തും ഏതും എവിടെയും സംഭവിക്കാം. ഒരു വഖഫ് എന്ന് പറഞ്ഞൊരു പേരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നാളെ വഖഫാവുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടാക്കാൻ വെള്ളരിക്ക പട്ടണമാണോ എന്ന് നമ്മളൊക്കെ സംശയിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന്, ഒരു സ്ഥിതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് അത് മാറാൻ പോകുന്നു എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം എല്ലാവർക്കും മതത്തിനതീതമായി ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾക്ക് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ വഖഫിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വഖഫ് നിയമത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെല്ലാം ഈ പറയുന്ന വർഗീയവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപറ്റം ആളുകൾ സൈബർ വേദികളിൽ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നതെന്നും കൂടി നമ്മളിപ്പോൾ ഓർമ്മിക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചതുകൊണ്ട് മറ്റൊരവസരത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.